അസ്സലാമു അലൈക്കും. ഇന്ന് ഞാൻ അവിടെ വന്നിട്ടുള്ളത് നല്ലൊരു ഉണ്ടംപൊരിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുന്നത് എന്ന് നോക്കാം. ഞാനിപ്പോൾ ഇവിടെ 4 മൈസൂർ പായ എടുത്തിട്ട് ഇനി ഇതൊരു മിക്സിൻ്റെ ജാറിലിട്ട് കൊടുക്കുക കേട്ടോ. ഇത് ചെറുതാണ് കേട്ടോ പഴം, അതുകൊണ്ടാണ് 4 ഇട്ട് കൊടുത്തത്. ഇനി ഇതിലേക്ക് ഏലക്ക ഇട്ട് കൊടുക്കുക. പിന്നെ അതുപോലെ കുറച്ച് ചെറിയ ജീരകം കേട്ടോ, അതും കൂടി ഇട്ട് കൊടുക്കുക. ഇനി ഞാനിവിടെ 1 കപ്പ് ശർക്കര ഉരുക്കിയത് 1 കപ്പാണ്. ഇത് മുഴുവനായിട്ട് ഇതിലേക്ക് പാർന്ന് കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് നന്നായിട്ട് അരച്ചെടുത്ത് വരാം കേട്ടോ. ഇനി 2.5 കപ്പ് ആട്ടപ്പൊടി എടുത്തുകൊണ്ട് ഇതിലേക്ക് അപ്പസോഡയാണ് കേട്ടോ, അതിട്ട് കൊടുത്തുകൊണ്ട് ഒന്ന് ഇളക്കിയെടുക്കുക. ഇനി ഇതിലേക്ക് അരച്ച് വെച്ചിട്ടില്ല പഴത്തിൻ്റെ കൂട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ, പാർന്ന് കൊടുക്കുക. ഇനി ഇത് നല്ലോണം ഒന്ന് കുഴച്ചെടുക്കണം കേട്ടോ, കൈ വെച്ചുകൊണ്ട് തന്നെ കുഴച്ചെടുക്കണം. ഇതിപ്പോൾ ഞാൻ നല്ലോണം കുഴച്ചെടുത്തിക്കണം കേട്ടോ. ഇത് കുറച്ചൊരു ലൂസ് മാതിരിയാണ് കേട്ടോ വേണ്ടത്, നല്ലോണം ടൈറ്റല്ല. ഇതിപ്പോൾ ഞാൻ നല്ലോണം കുഴച്ചെടുത്തിക്കണം. ഇനി ഇത് ഒരു മണിക്കൂർ അല്ലെങ്കിൽ അരമണിക്കൂർ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കുക കേട്ടോ. ഇനിയിപ്പോൾ 1 മണിക്കൂറിന് ശേഷം ഞാനിപ്പോൾ തുറന്നതാണ്. ഇനി ഇതിൽ നിന്ന് ഓരോ ഉരുളകളാക്കി കയ്യിലിട്ട് ഉരുട്ടി എടുത്തിട്ട് ചൂടായ എണ്ണയിലിട്ട് ചുട്ടെടുക്കുക കേട്ടോ. ഉരുളകൾ ആക്കണതിൻ്റെ മുന്നേ കൈ ഒന്ന് നനച്ചുകൊണ്ട് ഉരുള എടുത്താൽ ഒട്ടിപ്പിടിക്കൂല കേട്ടോ, കയ്യും ഒട്ടിപ്പിടിക്കൂല. ഇനി ഓരോന്നും ഇതിലേക്ക് ഇട്ടെടുത്ത് ഒരു ഭാഗം വെന്ത് വന്നാൽ ഒന്ന് മറിച്ചിട്ട് കൊടുക്കുക കേട്ടോ. തീ നല്ലോണം കൂട്ടി വെക്കരുത്, മീഡിയത്തിൽ വെച്ചിട്ട് വേണം കേട്ടോ ചുട്ടെടുക്കാൻ. ഞാൻ അപ്പുറം നല്ലോണം ഒന്ന് കളർ മാറി വന്നാൽ തീയെന്നെടുത്ത് മാറ്റാം, എണ്ണയിൽ നിന്ന് എടുത്ത് മാറ്റാം കേട്ടോ. ഇനിയിപ്പോൾ അടുത്ത ബാച്ചും കൂടി ഇട്ട് ഒന്ന് എണ്ണയിലിട്ട് പൊരിച്ചെടുക്കുകയാണ്. അപ്പോൾ ചുട്ടെടുത്തത് പുറമെ നല്ല മുരിമുരിപ്പുള്ള, അകത്ത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല ഉണ്ടംപൊരിയാണ് ഇട്ടത്. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെല്ലൈക്കൺ നിൽക്കുക, അതിലോളൊന്ന് പ്രസ് ചെയ്യണേ.